ഒളിമ്പിക്സ് സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്താൻ മനു ഭാക്കറിനൊപ്പം PR ശ്രീജേഷും. ഇന്ത്യൻ ഹോക്കിക്ക് ശ്രീജേഷ് നൽകിയ സംഭാവന പരിഗണിച്ചാണ് തീരുമാനം. അംഗീകാരം ലഭിക്കുന്ന മൂന്നാമത്തെ മലയാളിയാണ് ശ്രീജേഷ്. ശനിയാഴ്ച അർദ്ധരാത്രിയോടെയാണ് പാരീസ് ഒളിമ്പിക്സിന്റെ സമാപന സമ്മേളനം. രാത്രി 7 മണിയോടെ മത്സരങ്ങളെല്ലാം പൂർത്തിയാകും. സമാപനത്തിന്റെ ഭാഗമായി നടക്കുന്ന താരങ്ങളുടെ മാർച്ച് പാസ്റ്റിൽ മലയാളി താരം PR ശ്രീജേഷാണ് ഇക്കുറി ഇന്ത്യയുടെ പതാക വഹിക്കുക. വനിതാ വിഭാഗത്തിൽ മനു ഭാക്കറിനെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ഹോക്കിയിലെ വെങ്കല നേട്ടത്തിൽ നിർണായക പങ്ക് വഹിച്ചു എന്നതിനൊപ്പം ഇന്ത്യൻ ഹോക്കിക്ക് ശ്രീജേഷ് നൽകിയ സംഭാവനയ്ക്കുള്ള ആദരമാണിതെന്ന് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ വ്യക്തമാക്കി. ടൂർണമെന്റിലുടനീളം മിന്നുന്ന പ്രകടനമായിരുന്നു ശ്രീജേഷ് പുറത്തെടുത്തത്. ഇന്ത്യൻ ഗോൾ മുഖത്ത് വൻമതിലായി ഉയർന്നു നിന്ന ശ്രീജേഷിന്റെ ഒറ്റയാൾ പോരാട്ടമാണ് മിക്ക മത്സരങ്ങളിലും തുണയായത്. താരത്തിന്റെ ചിറകിലേറി തന്നെയാണ് ഒളിമ്പിക്സിൽ ഇന്ത്യ വെങ്കല മെഡൽ നേട്ടം ആവർത്തിച്ചതും. ആ ഒറ്റയാൾ പോരാട്ടത്തിലുള്ള അർഹിക്കുന്ന അംഗീകാരമാണ് താരത്തെ തേടിയെത്തിയത്. ജാവലിൻ ത്രോയിൽ വെള്ളി സമ്മാനിച്ച നീരജ് ചോപ്രയുടെ അഭിപ്രായം കൂടി പരിഗണിച്ചാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ തീരുമാനം. ഒളിമ്പിക്സിൽ ഇന്ത്യൻ പതാക വഹിക്കുന്ന മൂന്നാമത്തെ മലയാളിയാണ് ശ്രീജേഷ്. 1992 സമ്മർ ഒളിമ്പിക്സിൽ ഷൈനി വിൽസണും 2004 ഏഥൻസ് ഒളിമ്പിക്സിൽ അഞ്ജു ബോബി ജോർജിനും അംഗീകാരം ലഭിച്ചിരുന്നു. ഒളിമ്പിക്സിന് ശേഷം വിരമിക്കുമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയ ശ്രീജേഷിന് മെഡലോടെ കരിയറിന് വിരാമം കുറിക്കാനായി. വിരമിക്കലിന് പിന്നാലെ ഹോക്കി ടീമിന്റെ പരിശീലകനാകാനുള്ള ആഗ്രഹം ശ്രീജേഷ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിൽ ശ്രീജേഷിനെ ഇന്ത്യൻ ജൂനിയർ ടീമിന്റെ മുഖ്യ പരിശീലകനാക്കിയേക്കുമെന്നാണ് റിപ്പോർട്ട്. ഒളിമ്പിക്സ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.